من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اعملوا فسيرى الله عملكم ورسوله والمؤمنون وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ വന്നാൽ ഇരിക്കേണ്ടത് ആദ്യ സഫുകൾ പൂർത്തിയായതിനു ശേഷമാണ് തൊട്ടടുത്ത സഫിലേക്ക് പോകേണ്ടത്. പലപ്പോഴും നമ്മൾ ആ സുന്നത്തും മര്യാദയൊക്കെ മാറിപ്പോവുകയാണ്. ഒന്നാമത്തെ സഫിന് വേണ്ടി മത്സരിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിഷയം അതല്ല. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ തൊഴിലാളികളായ ആളുകൾ സംഘടിക്കുകയുണ്ടായി. തൊഴിലിലുള്ള അവകാശങ്ങളെ സംബന്ധിച്ചായിരുന്നു. 8 മണിക്കൂർ ജോലിയടക്കമുള്ള കാര്യങ്ങളിൽ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ സംഘടിച്ചത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് പിന്നീടുള്ള എല്ലാ മെയ് 1-ാം തീയതികളിലും ലോക തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്നത്. നമ്മുടെ മതം എന്ന് പറയുന്ന ഇസ്ലാം അധ്വാനത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. ദൈവികമായ പ്രീതിയും പ്രതിഫലവും ലഭിക്കാൻ അധ്വാനത്തിലൂടെയാണ് സാധിക്കുക. അള്ളാഹു ഇഹലോകത്തെ അധ്വാനത്തിനുള്ള ഇടമാക്കുകയും പരലോകത്തെ ഈ അധ്വാനത്തിൻ്റെ പ്രതിഫലങ്ങൾ കൈപ്പറ്റേണ്ട വേദിയുമാക്കി മാറ്റിയിരിക്കുന്നു. അധ്വാനത്തിന് പ്രാധാന്യം നൽകാതെ ജീവിതത്തിൽ കുറുക്കുവഴികളിലൂടെ സമ്പന്നരാകാം എന്നതാണ് പുതിയ തലമുറ ശീലിച്ചു കൊണ്ടിരിക്കുന്ന പാഠമെന്ന് പറയുന്നത്. അത് വഞ്ചനകളും ക്രമക്കേടുകളും തട്ടിപ്പുകളും ഒക്കെ നിറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം 9-ാമത്തെ അധ്യായത്തിലെ 105-ാമത്തെ വചനമാണ്. ആ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കും. വറസൂലുഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനും. വൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ വഴിയെ മടക്കപ്പെടുന്നതാണ്. ഫയുനബ്ബിഉക്കും, അന്നേരം നിങ്ങൾക്ക് ഈ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളെ ധരിപ്പിക്കുന്നതാണ്. ഈ വചനത്തിൻ്റെ തൊട്ട് മുമ്പേ പറയുന്നത് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ സംബന്ധിച്ചാണ്. പശ്ചാത്തപിച്ചു മടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ പ്രവർത്തനങ്ങളില്ലാതെ നിഷ്ക്രിയരായി പോകരുത് എന്നതാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ
ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പശ്ചാത്തപിച്ചതിന് ശേഷം ഇസ്ലാമിലാകുന്ന ഒരാളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കാണുന്നുണ്ട്, പ്രവാചകൻ കാണുന്നുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ കാണുന്നുണ്ട്. പക്ഷെ ആ കണ്ടതുകൊണ്ടായില്ല, അതിൻ്റെ കൃത്യമായ പ്രതിഫലം ദൃശ്യവും അദൃശ്യവും അറിയാവുന്ന അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്നതാണ്. പരലോകത്ത് വരുമ്പോൾ അള്ളാഹു അതിനെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും പ്രവർത്തനം എന്തായിരുന്നു, അതിൽ എത്ര കണ്ട് കാപട്യമുണ്ടായിരുന്നു, എത്ര കണ്ട് നിഷ്കളങ്കമായിരുന്നു എന്നൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് വെച്ച് അള്ളാഹു അത് കൃത്യമായി കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. അധ്വാനത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടേതെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഖുർആനിലെ 62-ാമത്തെ അധ്യായം സൂറ ജുമുഅയിലെ 10-ാമത്തെ വചനം പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ഫഇദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിയുകയാണ് എങ്കിൽ ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപരിച്ചു കൊള്ളുക. വബ്തഗൂ എന്നിട്ട് നിങ്ങൾ തേടിക്കൊള്ളുക മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യത്തെ, പടച്ചവനിൽ നിന്നുള്ള അനുഗ്രഹത്തെ നിങ്ങൾ തേടിക്കൊള്ളുക. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കണമെന്നല്ല പറയുന്നത്. പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയി നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ വളരെ കഠിനമായി നിങ്ങൾ അധ്വാനത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. ആ ഏർപ്പെടുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും പള്ളിയിൽ വച്ച് നിങ്ങൾക്കുണ്ടായ പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിജയികളായേക്കും. പള്ളിയിൽ വരുന്ന ഒരാളുടെ മനസ്സിൽ പടച്ചവനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാകാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇവിടെ കേൾക്കുന്നത് ഖുർആനാണ്, അല്ലെങ്കിൽ ആ ഖുർആനിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ വചനങ്ങളാണ്, ഇസ്ലാമിക ചരിത്രങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഓർമ്മയുണ്ടാകും. എന്നാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപരിച്ചു കഴിയുമ്പോഴോ ആ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റൊരു ലോകത്തായിരിക്കും. ലാഭത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ളവരെ കവച്ചു വയ്ക്കേണ്ടതിൻ്റെയും ഒക്കെ മറ്റൊരു മത്സരത്തിൻ്റെ ലോകത്തായിരിക്കും. അവിടെ നിങ്ങൾ കൂടുതലായി അള്ളാഹിനെ ഓർക്കണം. വളരെ കൃത്യമായി അള്ളാഹു ഈ രീതിയിൽ പറഞ്ഞു തരികയാണ്. നോക്കൂ, നിങ്ങൾ തുബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ തങ്ങളുടെ കൂടുതൽ ശക്തനായ ഒരു യുവാവ്, വളരെ ചെറുപ്പക്കാരനായ ഒരാൾ, വളരെ ഊർജ്ജസ്വലനായി അയാളിങ്ങനെ ജോലിയിൽ ഏർപ്പെടുന്നത് സഹാബിമാരിൽ ചിലർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ലൗകാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ ചങ്ങാതി ഇങ്ങനെ അധ്വാനിക്കുന്നത് പഠിച്ചവൻ്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എന്നവരിങ്ങനെ ആത്മകഥം ചെയ്യുകയാണ്. അതായിരിക്കുമല്ലോ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂലു ഹാദാ, നിങ്ങളിങ്ങനെ പറയരുത്. ഫഇന്നഹു ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിവാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളുടെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഈ അധ്വാനിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് അധ്വാനിക്കുന്നത്. വ ഇൻ കാന ഖറജ യസ്ആ അലാ അബവൈൻ ശൈഖൈൻ കബീറൈൻ, അതേപോലെ പ്രായം ചെന്ന തങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിനു വേണ്ടിയാണ് അയാൾ ഇത്രയും പ്രയാസപ്പെട്ട് അധ്വാനിക്കുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അതും പടച്ചവൻ്റെ മാർഗത്തിൽ തന്നെയാണ്. വ ഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി യഇഫുഹ, അവനവന് വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വ ഇൻ കാന ഖറജ റിയാഅൻ, ഇനി അയാൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനപരതയായിട്ടാണ് എങ്കിൽ, ലോകമാന്യതയായിട്ടാണ് എങ്കിൽ, വ മുഫാഖറത്തുൻ, അതേപോലെ തന്നെ തൻ്റെ ശേഷിയും അല്ലെങ്കിൽ തൻ്റേതായ വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അധ്വാനിക്കുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അത് പിശാചിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയാം. അപ്പം എന്താണ് ഈ ഹദീസിലൂടെ പറഞ്ഞു വരുന്നത്? മതപരമായ അധ്വാനം മാത്രമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കളുടെ കാര്യത്തിന് വേണ്ടി, അവനവൻ്റെ കാര്യത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അധ്വാനിക്കുന്നതൊക്കെ തന്നെയും ആ ഒരു നെയ്യത്തിലാണ് എങ്കിൽ തീർച്ചയായും
അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. അങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അധ്വാനത്തെ അവിടെയൊക്കെയും മതം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹദീസിൻ്റെ ബലാബലത്തിൽ മുഹദ്ദിസുകൾ ചില സംശയം പ്രകടിപ്പിച്ചുള്ളൊരു ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അതിൻ്റെ ആശയം സ്വീകാര്യമാണ് താനും. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഇന്ന മിൻ ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹ അസ്സലാത്തു വലസ്സിയാമു വലൽ ഹജ്ജ് വലൽ ഉംറ. ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾക്ക് നമസ്കാരമോ സക്കാത്തോ അല്ലെങ്കിൽ നോമ്പോ ഹജ്ജോ ഉംറയോ ഒന്നും മതിയാവുകയില്ല ആ പാപം പൊറുക്കാൻ. കാലു, അവർ ചോദിച്ചു, ഫമാ യുകഫിറുഹ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ പിന്നീട് അതെങ്ങനെയാണ് പൊറുക്കപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുക, യുകഫിറുൽ ഹുമൂം ഫി ത്വലബിൽ മഈശത്തി, ഉപജീവനാർത്ഥം നേരിടുന്ന കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ആശങ്കകളിലൂടെയൊക്കെയാണ് അത്തരം പാപങ്ങൾ പൊറുക്കപ്പെടുക. ഒരു ആരാധന ചെയ്യുമ്പോഴുണ്ടാകുന്ന സമാധാനവും സ്വസ്ഥതയും കഷ്ടതയേക്കാളുമൊക്കെ വളരെ ഭാരിച്ചതായിരിക്കും നമ്മൾ സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ നമ്മൾ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ, വിവിധ ഇടപാടുകളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുക. ആ സമയത്തുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ തന്നെയും ചില പാപങ്ങൾ പൊറുക്കാൻ മതിയായതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാം. അപ്പോൾ അധ്വാനത്തിൻ്റെ എല്ലാ തലങ്ങളെയും മതം സ്പർശിച്ചു പോവുക മാത്രമല്ല, അവിടെയൊക്കെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രവാചകൻ്റെ അനുചരരിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ പള്ളിയിൽ വളരെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അയാളുടെ ഭാര്യ വന്ന് പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്, അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് അദ്ദേഹം കുടുംബം നോക്കുന്നില്ല, മക്കളുടെ ഉപജീവനത്തിനൊന്നും തരുന്നില്ല എന്നൊക്കെ. പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു ചെന്ന മനുഷ്യനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നലി ബദനിക്ക അലൈക ഹഖുൻ, നിനക്ക് നിന്നോട് തന്നെയും ചില ഉത്തരവാദിത്തങ്ങൾ, കടമകളുണ്ട്. വ ഇന്നലി അഹ്ലിക വ ഹഖുൻ, അതേപോലെ നിന്റെ കുടുംബത്തോട് നിനക്ക് ചില കടമകളുണ്ട്. ഒപ്പം അള്ളാഹുവിനോട് കടമകളുണ്ട്. ഈ കടമകളെല്ലാം പൂർത്തിയാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിസ്മരിച്ചു പോയിട്ടുള്ള കടമകളെ പ്രവാചകൻ അദ്ദേഹത്തെ ഉണർത്തുകയാണ്. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ഒരാൾ, തൻ്റെ കുടുംബം പോറ്റേണ്ട ഒരാൾ ആ പണി ചെയ്യാതെ അയാൾ ഇവിടെ വന്നിരുന്ന് ലൊഹയും അതേപോലെ തന്നെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ അത് മതത്തിലൊരു പുണ്യമായി മതം കാണുന്നില്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ടാണ് കാണുക. അവിടെ അതിനെയല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, ആ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർ കുടുംബങ്ങളിൽ എത്രയോ സമയമാണ് അവർ നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്നത്. ആ അധ്വാനങ്ങളിൽ ഒന്നുപോലും അള്ളാഹു കാണാതെ പോകുന്നില്ല, അതിനൊന്നുപോലും പ്രതിഫലമില്ലാത്തതായി പോകുന്നില്ല എന്നതാണ്. ആ രീതിയിൽ അധ്വാനത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു പ്രതിഫലത്തിലും ഏറ്റക്കുറച്ചിലില്ലാതെ അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മാ അക്കല അഹദുൻ തആമൻ ഖത്ത്, ഒരാളും ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല, ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈ, തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചു തിന്നതിനേക്കാൾ ഏറ്റവും വിശിഷ്ടമായത്, ഉത്തമമായ ഭക്ഷണം വേറൊരാളും കഴിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം അവനവൻ്റെ അധ്വാനത്തിൽ നിന്ന് കഴിക്കുക എന്നതാണ്. അപ്പോൾ അധ്വാനിച്ച് തിന്നുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ആ രംഗത്ത് ഇസ്ലാം കൂടുതൽ ആളുകളെ ഉത്ബുദ്ധരാക്കുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുചരിൽപ്പെട്ട ഒരാൾക്ക് പ്രവാചകൻ ഹസ്തദാനം ചെയ്യുകയാണ്. ആ വ്യക്തി പ്രവാചകനിൽ നിന്ന് കൈ വേഗം പിൻവലിക്കുന്നുണ്ട്. പ്രവാചകൻ അത് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൈകൾ പെരുപെരുത്തതാണ്, ഈത്തപ്പനയിലൊക്കെ കയറി കൈകൾക്ക് ധാരാളം തഴമ്പുള്ളതാണ്, അങ്ങയുടെ കൈ വേദനിക്കും എന്നതുകൊണ്ടാണ് ഞാൻ വലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആളുകൾ കാണെ ഉയർത്തി കാണിച്ചു പ്രവാചകൻ. തഴമ്പുള്ള കൈകൾ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകളാണിത്.
അധ്വാനത്തിൻ്റെ മഹത്വത്തെ തൻ്റെ സമൂഹത്തെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അധ്വാനിച്ചു വന്ന തഴമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നത് പ്രവാചകൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഏതൊരു സംഗതിയുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. പലപ്പോഴും നാട്ടിൽ നമ്മൾ പറയാറുണ്ട് നോക്കുകൂലി എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും നിലയിൽ ചുളുവിൽ എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കുന്ന പരിപാടികൾ മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 53-ാമത്തെ അധ്യായം സൂറ നജ്മിലെ 39-40 വചനങ്ങൾ. വ അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതല്ലാതെ അവൻ്റെ പ്രയത്നത്തിൽ നിന്നല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. ഈ ആയത്തിൽ നിന്നാണ് മഹാനായ ഇമാം ഷാഫി പറഞ്ഞത്, മരിച്ചുപോയ വ്യക്തിയുടെ അടുക്കൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്തവനോ അതല്ലെങ്കിൽ മരിച്ചുപോയ വ്യക്തിക്കോ അതിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നത്. എന്തുകൊണ്ട് ലഭിക്കുകയില്ല? മരിച്ചയാളുടെ പ്രവർത്തനം അല്ലാതെ. രണ്ടാമത്, ഓതുന്നവനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അവന് വേണ്ടിയല്ല ഓതുന്നത്, അവൻ മരിച്ച ആൾക്ക് വേണ്ടിയാണ് ഓതുന്നത്. നിയ്യത്തില്ലാത്തത് കൊണ്ട് അയാൾക്കും കിട്ടുന്നില്ല, മരിച്ചുപോയവൻ്റെ പ്രവർത്തനമല്ലാത്തതുകൊണ്ട് അവനും ലഭിക്കാത്ത, രണ്ടു കൂട്ടർക്കും ലഭിക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും പ്രയത്നിച്ചതിനാണ് പ്രതിഫലം ലഭിക്കുക. നമ്മൾ എത്ര കണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അന്ന സഅയഹു സൗഫ യുറ, വഴിയെ നാം അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നതാണ്. ഓരോരുത്തരും എന്ത് പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിക്കാതെ മാറ്റിവെച്ചു എന്നുള്ളത് കൃത്യമായി നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളോട് കാണിച്ചു തരുമെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയത്തെ മുൻനിർത്തിയാണ് സ്വന്തം മകളോട് പ്രവാചകൻ പറയുന്നത്, നിന്റെ തടി നീ തന്നെ കാത്തുകൊള്ളണമെന്നത്. ഒരിക്കലും പ്രവാചകനായ എനിക്ക് എൻ്റെ പുന്നാര മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ എത്ര കണ്ട് നമുക്ക് വേണ്ടി അധ്വാനിച്ചവോ അതുമാത്രമായിരിക്കും പ്രതിഫലമായി ലഭിക്കുക എന്ന ആശയത്തിലാണത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ജോലിയിലെ സത്യസന്ധത വലിയ വിഷയമാണ്. ഒരു സംസ്കാരത്തെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമുള്ള പ്രതിബദ്ധതയല്ല. തൊഴിലാളികൾ ജയിക്കട്ടെ എന്ന് പറയുന്നു. അവർ മുതലാളിമാർക്കെതിരായി സംസാരിക്കുന്നു. മുതലാളിമാർ, തൊഴിലുടമകൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, തൊഴിലാളിയെ വിസ്മരിക്കുന്നു. ആ ഒരു രീതിയല്ല ഇസ്ലാമിനുള്ളത്. ഇസ്ലാം എല്ലാവരോടും നീതിപൂർവമായിട്ടുള്ള സമീപനമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ സത്യസന്ധത പുലർത്താൻ പറയുകയാണ്. അബൂ യഅലയും തുബ്രാനിയും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. ഒരാളുടെ പ്രവർത്തനത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുള്ള പ്രവർത്തനമാണ്? ആ അധ്വാനത്തിൽ ആത്മാർത്ഥതയുള്ളത്. എൻ്റെ തൊഴിലുടമ എന്നോട് അനീതി കാണിക്കുന്നുണ്ട്, അവൻ എനിക്ക് അർഹമായ കൂലി തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അയാൾക്ക് പണി കൊടുക്കുകയാണ് എന്ന രീതിയിൽ വഞ്ചനയും കാപട്യവും തൊഴിലിൽ പാടില്ല എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യണം. മുതലാളി കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരിക്കലും അടക്കാൻ പറ്റാത്ത, ഒരാൾക്കും അശ്രദ്ധമാക്കാൻ പറ്റാത്ത അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ ബോധത്തിൽ പണിയെടുക്കണമെന്നത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊരാശയം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്, അധ്വാനത്തിലൂടെയാണ് സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയുക. നല്ല ജീവിതത്തിന് നല്ല അധ്വാനം ഉണ്ടായേ തീരൂ. അത് ഇഹലോകത്തിലാണ് എങ്കിലും പരലോകത്തിലാണ് എങ്കിലും. വെറുതെ ഇങ്ങനെ അലസനായി മടിയനായി നിന്നുകൊണ്ട് ഒരാളും ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. ആ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. 16-ാമത്തെ അധ്യായം സൂറ നഹലിലെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആരത് ചെയ്യുന്നുവോ, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, തീർച്ചയായും അത്തരം ആളുകൾക്ക് നാം ഒരു
നല്ല ജീവിതം പ്രദാനം ചെയ്യുന്നതാണ്. വളരെ അജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായിട്ടുള്ള പ്രതിഫലം തീർച്ചയായും പരലോകത്ത് അവർക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് ഇഹലോകത്ത് വച്ച് തന്നെ നല്ല ജീവിതം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. പരലോകത്ത് ഏറ്റവും അനുസൃതമായിട്ടുള്ള ഒരു നല്ല ജീവിതവും പ്രതിഫലവും അവിടെയും അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി ഈ പ്രവർത്തനങ്ങളിൽ, പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കുറെ കൂടി ശ്രദ്ധയുള്ളവരായി വിശ്വാസികൾ മാറണമെന്ന് പറയാണ്. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറ നൂറിലെ 37-ാമത്തെ വചനം വിശ്വാസികളെ പറ്റി പറയാൻ നോക്കൂ നിങ്ങൾ. റിജാലുൻ, ചില മനുഷ്യന്മാരുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, ഒരിക്കലും അവരുടെ കച്ചവടങ്ങളോ ക്രയവിക്രയങ്ങളോ അവരെ അശ്രദ്ധമാക്കുന്നില്ല. എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാ, പടച്ചവനെ സ്മരിക്കുന്നതിൽ നിന്ന് കച്ചവടം അവരുടെ ശ്രദ്ധയെ തെറ്റിക്കുന്നില്ല. കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ അവരുടെ ശ്രദ്ധയെ തെറ്റിക്കുന്നില്ല. വ ഇഖാമിസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും അവരുടെ ശ്രദ്ധയെ തെറ്റുന്നില്ല. വ ഈതാഇസ് സക്കാ, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും കച്ചവടം അവരെ പിന്തിരിപ്പിക്കുന്നില്ല, ശ്രദ്ധയിൽ നിന്നും തെറ്റിക്കുന്നില്ല. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെയാണ് അവർ ഭയപ്പെടുന്നത്. തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളുമൊക്കെ ഇളകിമറിയുന്ന ഒരു ഭയാനകമായ ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ തങ്ങളുടെ കച്ചവടമാകട്ടെ ക്രയവിക്രയങ്ങളാകട്ടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നോ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സക്കാത്ത് നൽകുന്നതിൽ നിന്നോ തടയാത്തൊരു വിഭാഗം ആളുകൾ. വിശ്വാസികളെ ഇസ്ലാം അവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, അവരുടെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ജോലിയിലാണ് എങ്കിലും ആ ജോലി മുഴുപ്പിക്കാൻ ഉള്ള ആയുസ് നമുക്കുണ്ടോ എന്ന് നമുക്കൊരിക്കലും ഉറപ്പില്ലാത്ത സംഗതിയാണ്. അങ്ങനെയാണ് എങ്കിൽ തിരിച്ചു പോവുക എന്നുള്ളത് ഡെഫിനറ്റായൊരു കാര്യമാണ് എങ്കിൽ അവിടേക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു അധ്വാനത്തിൻ്റെയും പിന്നാലെ പോകരുത് എന്നതാണ് കൃത്യമായി അള്ളാഹു അവിടെ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇടപാട് തുടങ്ങേണ്ടത്? പലപ്പോഴും വലിയ ഷോപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉദ്ഘാടന ദിവസം നിശ്ചയിക്കാൻ നമ്മൾ പോകാറുണ്ട്. അതിന് ചില മൗലവിമാരുടെയൊക്കെ പോകും, മുസ്ലിയാക്കളുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ ദീനിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കുന്ന തങ്ങന്മാരോടോ അല്ലെങ്കിൽ ഹോജമാരോടൊക്കെ പോയി നമ്മൾ ഡേറ്റ് നോക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി പ്രവാചകൻ തന്നെയും തൻ്റെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ. തിർമിദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ പ്രഭാതം അവർക്ക് ഏറ്റവും ബർക്കത്ത് നിറഞ്ഞതാക്കണമേ, അനുഗ്രഹം നിറഞ്ഞതാക്കണമേ എന്നതാണ്. അതുകൊണ്ട് നല്ല സംരംഭങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കഴിവതും പ്രഭാതത്തിൽ തന്നെ പുറപ്പെടുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി തൊഴിലാളികളോടുള്ള കടമകൾ എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ്. ഇഖ്വാനുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും, അള്ളാഹു നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങളുടെ സഹോദരങ്ങളുടെ ചിലരുടെ നിയന്ത്രണം നിങ്ങളുടെ കീഴിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കൃത്യമായ പദങ്ങളാണ്. നമ്മളുടെ മേന്മ കൊണ്ടൊന്നുമല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ് ഇന്നവരൊക്കെ നിങ്ങളുടെ തൊഴിലാളികളായിക്കൊള്ളട്ടെ എന്നത്. അവരെക്കാൾ ഒരു മേന്മയും ഒരു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പക്ഷേ അവരായിരിക്കും നിങ്ങളെക്കാൾ ശക്തന്മാരായ ആളുകൾ, നമുക്കറിയാൻ പാടില്ല. അവരുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തു വേണം? ഫമൻ കാന ലഹു ഇഖ്വത്തുൻ തഹത യദഹു ഫൽയുത്അമഹു മിമ്മാ യഅകുൽ, നിങ്ങൾ തിന്നുന്നതിന് പോലെയുള്ള ഗുണമുക്ത ഭക്ഷണങ്ങൾ അവരെയും നിങ്ങൾ ഭക്ഷിപ്പിക്കുക. നമ്മൾ തൊഴിലിന് വേണ്ടി വിളിച്ച ആൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉള്ളതായിരിക്കുക എന്നതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരിക്കൽ നല്ല നട്ടുച്ച നേരത്ത് വലിയൊരു ഭാരം തൻ്റെ അടിമയുടെ ചുമലിൽ വെച്ചുകൊണ്ട് കുടയൻ ചൂടി നടക്കുന്നത് പ്രവാചകൻ കണ്ടു.
തൊഴിലുടമ എന്ന നിലയിൽ അദ്ദേഹം കുടചൂടി മുമ്പിലുണ്ട്. തൊഴിലാളി എന്ന നിലയിൽ ആ അടിമയായ മനുഷ്യൻ തനിക്ക് വഹിക്കാൻ പറ്റാത്തത്രയും ഭാരം ചുമന്നുകൊണ്ട് തൻ്റെ തൊട്ടുപിന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞത്, ജാഹിലിയത്തിൻ്റെ അടയാളങ്ങൾ നിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിട്ടില്ല എന്നതാണ്. ഇത്ര ഗൗരവത്തിലാണ് പ്രവാചകൻ അദ്ദേഹത്തോട് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ക്വാളിറ്റിയുള്ള അതേ ഭക്ഷണം കൊടുക്കണം. അവൻ നിൻ്റെ കീഴിലാണ് പണിയെടുക്കുന്നത് എങ്കിൽ നീ ധരിക്കുന്നത് പോലെയുള്ളത് ധരിപ്പിക്കാൻ. ഒരു ദിവസം ജോലിക്ക് വരേണ്ട ആളുടെ കാര്യമല്ല, വർഷങ്ങളായി മാസങ്ങളായിട്ടൊക്കെ അങ്ങനെ കഴിയുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. അവർക്ക് നിങ്ങൾ അണിയുന്നത് പോലെയുള്ള വസ്ത്രം നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇത് മര്യാദയായി, ബാധ്യതയായി, അവകാശമായി പഠിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1886 8 മണിക്കൂർ ജോലിക്ക് വേണ്ടിയുള്ള അവകാശത്തിനാണ് തൊഴിലാളികൾ സംഘടിച്ചത് എങ്കിൽ അവരുടെ കാര്യത്തിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് എത്ര ഗൗരവമായി, അവർക്ക് പോലും വിഭാവനം ചെയ്യാൻ പറ്റാത്തത്രയും എത്രയോ ആഴത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാഹും അവൻ്റെ പ്രവാചകനും പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ആ വചനങ്ങളുടെ അവസാനത്തിൽ പറയാൻ, വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, ഒരിക്കലും അവർക്ക് വഹിക്കാൻ പറ്റാത്ത ഭാരം ഒരു തൊഴിലാളിയെ നിങ്ങൾ ഏൽപ്പിക്കരുത്. ഫൈൻ കല്ലഫ്തുമൂഹും, ഇനി നിങ്ങളെങ്ങനെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ഫഅയ്യുനഹും, തീർച്ചയായും അവരെ പ്രത്യേകമായി നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട്. ചെയ്യാൻ പറ്റാത്ത പണി ഏൽപ്പിച്ച് നടുവടി എന്നൊരവസ്ഥയിലേക്ക് ഒരാളെയും എത്തിക്കരുത് എന്നതാണ്. മതപരമായി ജോലി നോക്കുന്ന ആളുകളുണ്ട്, പള്ളിയിലെ ഇമാമുമാരായ ആളുകൾ, 5 നേരം നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണവർ. അവർക്ക് വേറൊരു ജോലിക്ക് പോകാൻ സാധ്യമല്ല. നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെ മതപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 273-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലിൽ ഫുഖറാഇൽ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ്, ദരിദ്രന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റ് വിഭവങ്ങൾക്ക് തേടിപ്പോകുന്നതിന് കൊണ്ടുള്ള സമയവും സന്ദർഭവും തടഞ്ഞു വയ്ക്കപ്പെട്ട ആളുകൾ, ലാ യസ്തത്തിഊന ലർബൻ ഫിൽ അർളി, ഭൂമിയിൽ വ്യാപരിക്കാനോ അധ്വാനിക്കാനോ കഴിയാതെ പോയിട്ടുള്ള ആളുകൾ, യഹ്സബുഹുൽ ജാഹിലുൽ അഗ്നിയാഉ മിനത് തഅഫുഫി, അതേപോലെ തന്നെ സമ്പന്നരായ ആളുകൾ ഈ ആളുകളെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ കാര്യമൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ ഭംഗിയായി പോയിട്ടുണ്ട് എന്ന് ആളുകൾ അവരെ സംബന്ധിച്ച് അവരുടെ ചേലും കോലും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോകും. തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, നിനക്ക് തീർച്ചയായും അവരുടെ ലക്ഷണങ്ങൾ കൊണ്ടറിയാം നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതേപോലത്തെ ആവശ്യങ്ങളാണ് അവർക്ക് നിർവഹിക്കേണ്ടത്. നമ്മൾ ഈ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ആളുകൾ ഒരാളോടും അവർ ചോദിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുകയില്ല. വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, തീർച്ചയായും അത്തരം ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിലവഴിക്കുന്നത് അള്ളാഹു കൃത്യമായി കാണുന്നതുമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനിയുടെ തഫ്സീറുള്ള ആളുകൾ ഈ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കുക. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പള്ളിയിലുണ്ടായിരുന്ന അസ്ഹാബു സുഫ 300ഓളം സഹാബിമാരുണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ അവരെ പ്രത്യേകമായി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന മതപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലും കൃത്യമായ നീതി പാലിക്കണം എന്ന് തന്നെയാണ് മൗലവി അവിടെ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സാധാരണ നമ്മൾ പറയാറുണ്ട് പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും എന്നത്. അത് പുതിയ വേർഷനിൽ തെറ്റായ പല രീതിയിലും അത്തരം വാക്കുകളെ വളച്ചൊടിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറയാണ്, നീ ഒരാളെ തൊഴിലിൽ വിളിച്ചാൽ ആ തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പായി അവൻ്റെ കൂലി നീ നൽകുക എന്നത്. അത് കടം പറയാം, നിനക്കിപ്പോൾ എത്ര പൈസക്ക് ആവശ്യം, അടുത്ത ആഴ്ച കിട്ടിയാൽ പോരെ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ കിട്ടിയാൽ പോരെ,
പിന്നെ നമ്മളത് ചെയ്യിക്കൽ, അവൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ. അത്തരത്തിലുള്ള ഒരു സമീപനവും തൊഴിലാളികളോട് പാടില്ല എന്നതാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത അത്രയും അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സമീപനമാണ് അള്ളാഹും അവൻ്റെ പ്രവാചകനും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ കൃത്യമായി പുലർത്താനും ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.